അതായത് ഇപ്പോൾ നമ്മളൊരു പ്ലോട്ട് കാണുമ്പോഴേ, അപ്പോൾ ആ പ്ലോട്ടിൻ്റെ ഉള്ളിലൂടെ ഒരു ചെയിൻ നമുക്ക് ഇടണമെങ്കിൽ പ്ലോട്ട് എല്ലാം എന്താ പറയുക, ഈ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ട് ആവണമെന്നില്ല. ഉണ്ടോ? അതിൻ്റെ അകത്ത് മരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ബിൽഡിങ്ങുകൾ ഉണ്ടായിരിക്കാം, അല്ലേ? കുളം ഉണ്ടാവാം. അപ്പോൾ ഇത്തരം ചിലപ്പോൾ അതിനോട് തോട് കടന്നു പോകുന്നുണ്ടാവും. ഇത്തരം സ്ഥലങ്ങളും ഉണ്ടാവും. എല്ലാം നമുക്കിങ്ങനെ ഫ്ലാറ്റായിട്ട് അല്ലെങ്കിൽ ഒരു തരിശു ഭൂമി പോലെ കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കില്ല, അല്ലേ? അപ്പോൾ അത് അതിൻ്റെ ബൗണ്ടറികളൊക്കെ നോക്കി, അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ചെയിൻ ഇടാം, ഈ ചെയിൻ വലിച്ച് ഇട്ട് അതിൽ നിന്നാണ് നമ്മൾ ഓഫ്സെറ്റുകൾ എടുക്കണം. അപ്പോൾ ഇത് ഇടാൻ വേണ്ടി വല്ല ഒബ്സ്ട്രക്കിൾസ് എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം നമ്മൾ ആദ്യം തന്നെ ചെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യും, ഇല്ലേ? അപ്പം നമ്മളൊരു വീട് നമ്മൾ വാങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ പോകുമ്പോൾ നമ്മൾ എന്താ ആദ്യം ചെയ്യുക? ആദ്യം ആ ബൗണ്ടറി നമ്മൾ ചെക്ക് ചെയ്യില്ലേ? നമ്മളിപ്പോൾ ഒരു പ്ലാൻ വരയ്ക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ? ആ ബൗണ്ടറി ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്നപ്പോൾ ഒരു നീളനെ കിടക്കുന്ന ഒരു പ്ലോട്ടാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയറിൻ്റെ പ്ലാൻ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു പ്രിലിമിനറി സർവേ എന്ന് പറയും. അതാണ്, അതിൻ്റെ മറ്റൊരു പേരാണ് റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ഫസ്റ്റ് ഒരു പ്ലോട്ട് കാണുമ്പോൾ അതിന് നമ്മൾ ആദ്യം നടത്തുന്ന സർവേ, അതാണ് പ്രിലിമിനറി, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറയുന്നത്. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പിന്നെയും എടുത്ത് പറയുന്നത്. ഓക്കെ, അതിൽ ഒരു പരിചയമില്ലാത്ത വാക്കായിട്ട് അതാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. പിന്നെ നമ്മളൊരു 3 പ്രോസസ്സാണ് ഇന്നലെ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു 3 പ്രോസസ്സുകളാണ്. ആ 3 പ്രോസസ്സുകൾ എന്ന് പറഞ്ഞാൽ ചെയിനിങ്, റേഞ്ചിങ്, ആദ്യം റേഞ്ചിങ് പറഞ്ഞു, ചെയിനിങ് പറഞ്ഞു, പിന്നെ ഓഫ് സെറ്റിങ് പറഞ്ഞു. ആ പ്രോസസ്സ് ഉണ്ടല്ലോ, റെക്കോർഡിംഗ് ഉണ്ടല്ലോ. അല്ലല്ലോ, 2 മിനിറ്റ് 3 മിനിറ്റ് ആയിപ്പോ. ഈ വീഡിയോയില് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് 00 ആണ്. 00, പക്ഷെ ഇവിടെ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. അത് രണ്ടാമത് ചെയ്യണോ? ഓക്കെ. ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ 2:50 ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഓപ്പറേഷൻ 3 പ്രോസസ്സുകളാണ് നമ്മൾ ചെയിനിങ്ങിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർത്തിയത്. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, എന്ത്? ഒരു സർവേ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര മിനിമം 2 പേര് നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തത്. അത് ഒന്ന് ലീഡർ, ഒന്ന് ഫോളോവർ, പിന്നെ ഒരു സർവേയർ. ശരിക്കും 3 പേരാണ് നമ്മൾ പറയുക, പക്ഷെ മിനിമം 2 പേരെങ്കിലും വേണം. അതായത് 2 പേര് ചെയിൻ വലിക്കാനും ഒരാൾ അത് ഫീൽഡ് ബുക്കിൽ എഴുതാനും, ഇങ്ങനെ 3 പേരാണ്. അതിൽ 2 പേരാണ് നമുക്ക് മിനിമം വേണ്ടത്, ഒന്ന് ലീഡറും ഒന്ന് ഫോളോവറും. ഇത് പറഞ്ഞിട്ടാണ് ഇന്നലെ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ അതിൽ ഇനി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ വർക്കുകളൊക്കെ ചെയ്യണ സമയത്ത് മെഷർമെൻറ്റ്സുകളെല്ലാം എടുക്കുന്നവരാണ്, അല്ലേ? അപ്പോൾ ഈ മെഷർമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ തിയറിക്കൽ പറയുന്ന സമയത്ത് നമുക്ക് 2 മെഷർമെൻറ്റ്സുകളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ലീനിയർ മെഷർമെൻറ്റ്സ്, രണ്ടാമത്തേത് ആംഗുലർ മെഷർമെൻറ്റ്സ്. അതാണ് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ ഇട്ടിട്ടുള്ളത്. ലീനിയർ മെഷർമെൻറ്റ്സും രണ്ടാമത്തേത് ആംഗുലർ മെഷർമെൻറ്റ്സും. എന്താണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ലീനിയർ മെഷർമെൻറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾ അല്ല, ഞാൻ ഈ പ്രാക്ടിക്കൽ ബേസിൽ ഇത്തരം വാക്കുകൾ അതെ. അതായത് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യില്ലേ, ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആവാം, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ആവാം. മനസ്സിലായോ? ഡിസ്റ്റൻസ്, അതായത് ദൂരം മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലീനിയർ മെഷർ. അതിപ്പോൾ ടേപ്പ് ഉപയോഗിച്ചിട്ടാവാം, ചെയിൻ ഉപയോഗിച്ചിട്ടാവാം,
എങ്ങനെ വേണമെങ്കിലും ആവാം. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലീനിയർ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് ആംഗുലർ മെഷർമെൻറ്റ്സ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് മെഷർമെൻറ്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് പറയുന്നതാണ് ആംഗുലർ മെഷർമെൻറ്റ്സ്. ഈ ആംഗുലർ മെഷർമെൻറ്റ്സ് നമുക്കറിയാലോ, ഓട്ടോമാറ്റിക്കലി അത് ആംഗിളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ആംഗിൾസ് ആണ് നമ്മളതിൽ മെഷർ ചെയ്യുന്നത്. അതിപ്പോൾ കോമ്പസ് സർവേ, തിയോഡലൈറ്റ് ഒക്കെ പോലെയുള്ള ഉപകരണങ്ങൾ എടുത്തിട്ടാണ് നമ്മളതിൽ ആംഗുലർ മെഷർ ചെയ്യുന്നത്. അതായത് ആംഗിൾസ് പറയും, എത്ര ഡിഗ്രി, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് എന്നൊക്കെ പറയുന്ന അത്തരം മെഷർമെൻറ്റ്സുകളാണ് നമ്മളെന്ത് ആംഗുലർ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെഷർമെൻറ്റ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ലീനിയർ മെഷർമെൻറ്റ്സും രണ്ടാമത്തേത് ആംഗുലർ മെഷർമെൻറ്റ്സും. അപ്പോൾ ഇതിൽ ലീനിയർ മെഷർമെൻറ്റ്സ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഡയറക്റ്റ് മെഷർമെൻറ്റ്, ഒപ്റ്റിക്കൽ മെഷർമെൻറ്റ്, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡയറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞാൽ നമ്മൾ ചെയിൻ ഉപയോഗിച്ചിട്ടോ ടേപ്പ് ഉപയോഗിച്ചിട്ടോ ഒക്കെ എടുക്കുന്നതാണത്. പിന്നെ ഇതിൽ ഒപ്റ്റിക്കൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ടെക്നിക്സ് ലൈക്ക് സ്റ്റാക്യോമെട്രി ആൻഡ് സ്റ്റേഡിയ സർവേയിങ്. അതായത് നമ്മൾ ലെവലിങ്ങിൽ വരുന്ന ഒരു പ്രോസസ്സാണത്. സ്റ്റേഡിയ ലെവലിംഗ്, അതായത് ലെവലിംഗ് സ്റ്റാഫ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണത്. അതിൽ നമ്മൾ എടുക്കുന്നത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ലെവലിങ്ങിന് മറ്റേ സർവേയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ലെവലിങ്ങിൽ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതും ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ആയാലും വെർട്ടിക്കൽ ആയാലും അത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ അത്തരം മെഷർമെൻറ്റ്സിനെ പറയുന്ന പേരാണ് ലീനിയർ മെഷർമെൻറ്റ്സ്. രണ്ടാമത്തേലാണ് ആംഗുലർ മെഷർമെൻറ്റ്സ് വരുന്നത്. അത് ആംഗിൾ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ആംഗുലർ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡിഗ്രി, അതുപോലെ മിനിറ്റും സെക്കൻഡുമാണ് വരുന്നത്. അത് നമുക്ക് അടുത്ത സർവേ നമ്മൾ പഠിക്കുമ്പോൾ കോമ്പസ് സർവേയിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞ് വെച്ചിരിക്കണം. നമുക്ക് തിയറി, ചെയിൻ സർവേയുടെ തിയറി വരുമ്പോൾ അതിൽ വരുന്നതാണ്. ഇത് സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. പക്ഷേ ഞാൻ മെഷർമെൻറ്റ്സുകൾ നിങ്ങളത് ഇത്തരം മെഷർമെൻറ്റ്സുകളാണ് നമ്മൾ പഠിക്കണേന്നൊന്ന് പറഞ്ഞു തന്നതാണ്. അതുപോലെ കാരണം ഇത് ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പോൾ സിലബസിൽ നിന്ന് അത് എടുത്ത് മാറ്റിയതാണ്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന, നേരത്തെ പറഞ്ഞു, നമ്മൾ റെക്കഗ്നൈസൻസ് സർവേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ചെയിൻ ഇടുമ്പോൾ അവിടെ എന്തെങ്കിലും ഒബ്സ്ട്രക്കിൾസ് ഉണ്ടെങ്കിൽ, ഒരു ചെയിൻ ഇടുന്ന സ്ഥലത്ത് വലിയൊരു മരം നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ റേഞ്ച് മരം നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈനിനെ റേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ഒരു ബിൽഡിങ് നിൽക്കുന്നുണ്ട്, ഒരു കെട്ടിടം നിൽക്കുന്നുണ്ട്, നമുക്കത് പൊളിച്ചു മാറ്റിയിട്ട് സർവേ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത്തരം സാഹചര്യം, ആ ചെയിൻ മുന്നോട്ട് ഇടാനായിട്ട് പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ആ മെഷർമെൻറ്റ്സുകൾ എടുക്കുന്നു എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഒബ്സ്ട്രക്കിൾസ് ചെയിനിങ്, അതായത് കാണാൻ പറ്റുന്നത്, ഇപ്പോൾ ഒരു പുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുളമാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യും? ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ്. പക്ഷേ എന്നാലും ഞാനത് തിയറി ആയിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നില്ല. പക്ഷേ പ്രാക്ടിക്കലിന് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ, നാളെ വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗർ വരച്ച് അത് നേരിട്ട് പറയണത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എങ്ങനെയാണ് അത്തരം ഒബ്സ്ട്രക്കിൾസ് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ റിവർ ആയിരിക്കാം, അല്ലെങ്കിൽ പോണ്ടായിരിക്കാം, ബിൽഡിംഗ് ആയിരിക്കാം, അത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ചെയിനിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുക എന്നുള്ളത്, അതിന് ഒബ്സ്ട്രക്കിൾസ് വരുന്ന സമയത്ത്. അതാണ് ഇപ്പോൾ നമ്മുടെ സിലബസിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് മാറ്റിക്കളഞ്ഞ കുറച്ച് പോർഷൻസാണ്. പക്ഷെ നമുക്കത് ആവശ്യം വരുന്നതാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയിൻ സർവേയിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസ്. ഇത് മൂന്നുമാണ് ചെയിൻ സർവേയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ നമുക്ക് തിയറി വരുന്നതിൽ കൺസ്ട്രക്ഷനും മെറ്റീരിയലും അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് സർവേയും. ഇതിൽ നിന്ന് മൊത്തം നമുക്ക് ആകെ വരുന്നത് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത്രയും സോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അതിനാണ് ഞാൻ ഈ ചെയിൻ സർവേയിലെ വൺ വേർഡുകൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് വായിക്കാനോ പഠിക്കാനോ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്കതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻസ് കാണുമ്പോൾ അത് നമുക്ക് ഓർമ്മ വരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ.
ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയിൻ സർവേയിൽ നമുക്ക് വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സർവേയിങ് എന്താന്ന് പറഞ്ഞു, സർവേയുടെ ഒബ്ജക്റ്റ് എന്താന്ന് പറഞ്ഞു, ക്ലാസിഫിക്കേഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻസ് പിന്നെ അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ സാധാരണ ചോദിക്കാറുണ്ട്. കാരണം അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടല്ലോ. ഞാൻ അത് മാത്രമായിട്ടൊരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനത് PDF ആക്കിയിട്ടിടാം. എനിക്ക് കുറച്ച് സമയം തന്നെ ശനിയും ഞായറോട് കൂടി ഞാനതൊന്ന് സെറ്റാക്കുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ ഒത്തിരി സമയത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് എനിക്ക്. അപ്പോൾ ഈ ഞായറാഴ്ച അതിനോടുകൂടി ഞാൻ നമ്മുടെ ഈ റൂട്ടീൻ ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യുന്നതാണ്. നോട്ടുകളൊക്കെ PDF-ലാക്കിയിട്ട് ഇടാനും നമുക്ക് വേണമെങ്കിൽ വേറൊരു ഗ്രൂപ്പ് നമുക്കൊന്ന് ഇതാക്കാം, നോട്ട്സും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇന്നലെ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആയോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഞായറാഴ്ചയോട് കൂടി ഞാൻ എൻ്റെ ക്ലാസ്സുകൾ കുറച്ചും കൂടി അടുത്ത തിങ്കളാഴ്ചയോട് കൂടി ഒന്നും കൂടി ഒന്ന് സെറ്റാക്കാം. അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇത്രയാണ്. ആ വരും ഡിസ്റ്റൻസ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും. ഇപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ദൂരമാണ് വരുന്നത്. ദൂരമാണ് വരുന്നത്. ഇനി അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ഞാൻ അടുത്ത സർവേ പറഞ്ഞു തരുമ്പോൾ ഞാൻ അതിൽ പറഞ്ഞുതരാം എന്താണ് ഡിസ്റ്റൻസും ഈ ആംഗുലറും ലീനിയറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ട് ഈസ് സർവേയിങ്, ഒബ്ജക്റ്റ് ഓഫ് സർവേയിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ്, പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞ 3 ഓപ്പറേഷൻസ് ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് തിയറി ചെയിൻ സർവേയുടെ തിയറി നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി വരുന്നത് നമുക്ക് പ്രാക്ടിക്കലിലാണ് നമുക്ക് വരുന്നത്. അടുത്ത ഇത് വരുന്നത് അതിൻ്റെ സെറ്റിംഗ് ഔട്ടും അതെങ്ങനെയാണ് വരുന്നത്, ബൗണ്ടറികൾ എങ്ങനെയാണ്. പിന്നെ ഇതിൽ കുറച്ച് സിമ്പിൾസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതും കൂടി ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടില്ല. അതായത് ഇപ്പോൾ നമുക്കൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ചെയ്തിട്ടും ഉണ്ടാവും ചിലപ്പോൾ. ലൊക്കേഷൻ പ്ലാനൊക്കെ വരയ്ക്കില്ലേ, സൈറ്റ് പ്ലാൻ, ലൊക്കേഷൻ പ്ലാനൊക്കെ വരയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയെ നമ്മൾ പള്ളിയായിട്ട് വരച്ച് കാണിക്കുമോ? ഇല്ല. അപ്പോൾ അത് സിമ്പിളല്ല കാണിക്കുക. ഒരു സെമിത്തേരി ഉണ്ട്, അല്ലെങ്കിൽ ഒരു അമ്പലമുണ്ട്, ഒരു മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഓരോ സിമ്പിൾസ് ഇട്ടിട്ട് കാണിക്കും. ഇപ്പോൾ പൈപ്പ് ലൈൻ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഓഫീസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നുണ്ട്, റോഡ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒക്കെ വരച്ച് കാണിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളതിനൊക്കെ കുറച്ച് സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാൻ. കാരണം അതൊക്കെ ആദ്യം നമുക്ക് ഉണ്ടായിരുന്നു, സിമ്പിൾസൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റി. പക്ഷെ എന്നാലും ഇതൊക്കെ അറിഞ്ഞിരിക്കണത് നമുക്ക് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇട്ട് തരാം. അത് പരീക്ഷയ്ക്കുള്ളതല്ല, എന്നാൽ പോലും ഞാനതൊന്ന് നിങ്ങൾക്ക് ഇട്ട് തരാം. കുറച്ച് സിമ്പിൾസ് കാര്യങ്ങളൊക്കെ അത് ഈ പ്ലാനുകളൊക്കെ വരയ്ക്കണ സമയത്ത് നമുക്കത് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയിൻ സർവേയിൽ മെയിനായിട്ട് വരുന്നത്. ഇനി അടുത്ത സർവേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒന്ന് ഇൻട്രോ പറഞ്ഞ് വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സർവേ ആണ് കോമ്പസ് സർവേ. ഇപ്പോൾ ചെയിൻ സർവേ കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് സർവേ ആണ് കോമ്പസ് സർവേ. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. അതായത് ഏരിയ കാൽക്കുലേഷനൊക്കെ തന്നെയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. പക്ഷേ എടുക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്, മെത്തേഡുകൾ നമുക്ക് വ്യത്യാസമുണ്ട്. അതായത് ഡിസ്റ്റൻസ് അല്ല നമ്മളിതിൽ മെഷർ ചെയ്യുന്നത്, ആംഗിൾസ് ആണ് നമ്മൾ ഇതിലെടുക്കുന്നത്. കോമ്പസ് സർവേയിൽ നമ്മൾ എടുക്കുന്നത് ഡിസ്റ്റൻസ് അല്ല, ആംഗിൾസ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറയാൻ വന്ന കാര്യം. അതായത് ഇപ്പോൾ ഒരു AB എന്ന് പറയുന്ന ഒരു ലൈൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഞാൻ പറയുന്ന കാര്യം, ഒരു AB എന്ന് പറയുന്ന ഒരു ലൈൻ, ഈ ലൈനിനെ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ടേപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ചെയിൻ ഉപയോഗിച്ച്, ഞാൻ ടേപ്പ് ഉപയോഗിക്കുന്നു, ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 10 മീറ്റർ ഞാൻ അളന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. തിരിച്ച് ഞാൻ ബിയിൽ നിന്ന് എയിലേക്ക് ആ ടേപ്പ് ഉപയോഗിച്ചിട്ട് അളക്കുമ്പോൾ എനിക്ക് എത്ര ദൂരം കിട്ടും? 19 അല്ല, എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ അളന്നപ്പോൾ 10 മീറ്റർ ആണ്.
ബിയിൽ നിന്ന് ഞാൻ തിരിച്ച് എയിലേക്ക് അളക്കുമ്പോൾ എത്ര കിട്ടും? 10. സെയിം തന്നെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ലൈൻ ആംഗിളായിട്ട് വരച്ചു, ഒരു ലൈനെ ചെരിച്ചു വരച്ചു. എൻ്റെ എ ബി എന്ന് പറയുന്ന ലൈൻ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആംഗിൾ എടുക്കുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന അതേ ആംഗിളാണോ ബിയിൽ നിന്ന് എയിലേക്ക് വരിക? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. നമ്മളിപ്പോൾ ആംഗിൾ അതാണ് ഞാൻ അതാണ് ഇതിൽ വരുന്ന ലീനിയർ മെഷർമെൻറ്റും ആംഗുലർ മെഷർമെൻറ്റ്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് അതാണ്. നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഒരു ലൈനിനെ 2 പോയിന്റിൽ നിന്ന് അളന്നാലും നമുക്ക് കിട്ടുക. പക്ഷേ ഒരു ആംഗിൾ എടുക്കുന്ന സമയത്ത് പോകുന്ന ആംഗിൾ ഇപ്പോൾ ഒരു 40 ഡിഗ്രി ആംഗിളിലാണ് പോകുന്നതെങ്കിൽ തിരിച്ചത് വരുന്നത് ചിലപ്പോൾ 200 അല്ലെങ്കിൽ 230 അങ്ങനെയായിരിക്കും നമുക്ക് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക. 230 ഡിഗ്രി അല്ലെങ്കിൽ 250 ഡിഗ്രി പോകുന്നത് ചിലപ്പോൾ ഒരു 40 ഡിഗ്രിയിലോ 30 ഡിഗ്രിയിലായിരിക്കും. പക്ഷെ തിരിച്ച് അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വരും. അപ്പോൾ ഈ ലീനിയർ മെഷർമെൻറ്റും ആംഗുലർ മെഷർമെൻറ്റ്സും തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ് അതാണ്. ക്ലിയർ ആയപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ കോമ്പസ് സർവേ പറയുമ്പോൾ ഞാനത് പറയാമെന്ന്. അപ്പോൾ കോമ്പസിൽ നമ്മൾ എടുക്കുന്നത് ആംഗിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. അത് ഇത്ര ഡിഗ്രി ആംഗിൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത് കോമ്പസ് സർവേയിൽ എടുക്കുന്ന മെഷർമെൻറ്റ്. ഞാൻ കോമ്പസിൻ്റെ ഒരു പിക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നല്ലോ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പസ്. ഇങ്ങനെ ഇരിക്കും. ചെറിയൊരു ഇൻസ്ട്രുമെൻ്റാണ്, വളരെ ചെറിയൊരു ഇൻസ്ട്രുമെൻ്റാണ് കോമ്പസ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ കാണുന്ന ഈ ഒരു ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ കോമ്പസ് എന്ന് പറയുന്നത്. കോമ്പസ് നമ്മളെല്ലാവർക്കും അറിയാം. കോമ്പസ് നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ? നമ്മുടെ മൊബൈലിലൊക്കെ ഇല്ലേ കോമ്പസ്? അത് തന്നെയാണ് സംഭവം. അതായത് കോമ്പസിന്റെ പ്രത്യേകത എന്താ? അതിന്റെ നീഡിൽ അതിന്റെ നീഡിൽ എപ്പോഴും നോർത്തിലേക്കായിരിക്കും ഇരിക്കുക. അത് തന്നെയാണ് ഈ കോമ്പസിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത. ഈ നീഡിൽ എപ്പോഴും ഇതായിട്ടിരിക്കുന്നതിന്റെ റീസൺ എന്താണെന്നറിയോ? അതിനൊരു മാഗ്നറ്റിക് ഉണ്ട്. എന്താ കോമ്പസിൻ്റെ പ്രത്യേകത? അതിലൊരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ആ മാഗ്നറ്റ് എപ്പോഴും അതിൻ്റെ ആ നീഡിലിനെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അത് നിൽക്കുള്ളൂ. നമ്മൾ എങ്ങോട്ട് അല്ലേ, അത് നമുക്ക് കണ്ടിട്ടുള്ളതല്ലേ? എവിടെ വെച്ചാലും അത് നമുക്ക് നോർത്തിലേക്കാണ് അതിൻ്റെ നീഡിൽ നിൽക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളൊരു മാഗ്നറ്റ് ഒടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ കോമ്പസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ കോമ്പസ് ചെയ്യുമ്പോൾ നമ്മുടെ കോമ്പസിലും ഒരു മാഗ്നറ്റ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോമ്പസ് സർവേയുടെ ജസ്റ്റ് ഒരു ഇതാണ്. കോമ്പസ് സർവേയിങ് ഈസ് എ ടൈപ്പ് ഓഫ് സർവേയിങ് ഇൻ വിച്ച് ദ ഡയറക്ഷൻസ് ഓഫ് സർവേ ലൈൻസ് ആർ ഡിറ്റർമൈൻഡ് വിത്ത് ദ മാഗ്നറ്റിക് കോമ്പസ്. അതായത് ഒരു സർവേ ലൈനിൻ്റെ ഡയറക്ഷൻസ് ആണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് അല്ല. എന്താണ് മെഷർ ചെയ്യുന്നത്? ഡയറക്ഷൻസ്. അത് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നത്, എത്ര ഡിഗ്രിയിലാണ് അത് പോകുന്നത് എന്നാണ് നമ്മൾ കോമ്പസിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദി ലെങ്ത് ഓഫ് ദ സർവേ ലൈൻ ആർ മെഷേർഡ് വിത്ത് എ ടേപ്പ്. ഇപ്പോൾ ഒരു സർവേ ലൈനിൻ്റെ ലെങ്ത് നമുക്ക് ടേപ്പോ ചെയിനോ ഒക്കെ വെച്ചിട്ട് നമുക്ക് അളന്നെടുക്കാം. ദ കോമ്പസ് ഈസ് ജനറലി യൂസ്ഡ് ടു റൺ എ ട്രവേഴ്സ് ലൈൻ. അതായത് ട്രവേഴ്സ് നമുക്ക് ഡിഗ്രി ഇതിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, ആംഗിൾസിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, കോമ്പസ് സർവേയിൽ നമ്മൾ റീഡിങ് എടുക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്നുള്ളതാണ്. ട്രവേഴ്സിംഗ് ആണ് കോമ്പസ് സർവേയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ട്രവേഴ്സിങ്. ഈ ട്രവേഴ്സിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കോമ്പസിൻ്റെ അകത്ത് കോമ്പസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലെയാണ് ഇരിക്കുക. ഈ കോമ്പസ് നമ്മുടെ കോമ്പസിൽ പക്ഷേ ഇതുപോലെ ഇങ്ങനെ നോർത്തും സൗത്തും ഒന്നും മാർക്ക് ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ കോമ്പസ് ഇതുപോലെയാണ് ഇരിക്കുക, ഇങ്ങനെയാണ് ഇരിക്കുക. ഈ ഒരു മോഡലാണ്. ഇതിൽ നോർത്ത് സൗത്ത് കണ്ടോ? ഇതിലൊരു അതിൻ്റെ ഉള്ളിലൊരു റിങ് കണ്ടോ നിങ്ങൾ? ഒരു ഗോൾഡൻ കളറിൽ ഒരു റിങ് പോലെ കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ മിസ് കാണാനില്ല? സ്ക്രീൻ കാണുന്നില്ല? ഓ ഇല്ല.
കോമ്പസ് സർവേ എന്നുള്ള PDF-ന്റെ കൂടെ ഉള്ളതല്ലേ പറയുന്നത്? അതെ അതെ അതെ, അതില് അധികമൊന്നും വ്യക്തമായി കാണുന്നില്ല. നോർത്ത് കാണുന്നുണ്ട്. നോർത്ത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴോ? ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നോർത്ത് അതല്ല ഞാൻ വേറെ പിക്ചർ ഇട്ടു, അത് കിട്ടണില്ല. അതില്ല. അയ്യോ, ബാക്ക് പോയിട്ട് വീണ്ടും വരണോ? റീജോയിൻ ചെയ്യണോ ഞാൻ? വേണ്ടല്ലോ, ഇനി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പോൾ കോമ്പസ് ഇതാണ് സംഭവം. നമ്മൾ കോമ്പസിൽ എടുക്കുന്നത് എന്താണ്? ആംഗുലർ മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇനി ഈ കോമ്പസ് എന്ന് പറഞ്ഞാൽ 2 തരം കോമ്പസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയിനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചെയിനിൻ്റെ പേര് പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ചെയിൻ, നിങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പോകുന്ന ചെയിനിൻ്റെ പേര് ഞാൻ പറഞ്ഞിരുന്നു. യെസ് വെരി ഗുഡ്. മെട്രിക് ചെയിൻ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ കോമ്പസിനും നമുക്കൊരു പേരുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പസിനും നമുക്കൊരു പേരുണ്ട്. പ്രിസ്മാറ്റിക് കോമ്പസ് എന്നാണ് പറയുക. PRIS. ഞാൻ പിക്ചർ ഇടുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്താ കിട്ടാത്തതെന്ന് എനിക്ക് അറിയുന്നില്ല. പ്രിസ്മാറ്റിക് കോമ്പസ് എന്നാണ് പറയുന്നത്. മാറിയിട്ടില്ല അല്ലേ? ഇപ്പോഴും ഉള്ളത് അല്ലേ? ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ? പിന്നെ ഞാൻ റീജോയിൻ ചെയ്ത് നോക്കണം. എന്തായാലും ഞാൻ പറയാം, നാളെ വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാമല്ലോ. പിന്നെ ഞാൻ ഇതിൻ്റെ നോട്ട്സും ഇടാം കേട്ടോ. അപ്പോൾ കോമ്പസിൽ 2 ടൈപ്പ് കോമ്പസ് ആണ് നമുക്കുള്ളത്. ഒന്ന് പ്രിസ്മാറ്റിക് കോമ്പസും രണ്ടാമത്തേത് സർവേയേഴ്സ് കോമ്പസും. ഇങ്ങനെ 2 ടൈപ്പ് കോമ്പസ് ആണ് നമുക്കുള്ളത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പസ് പ്രിസ്മാറ്റിക് കോമ്പസ് ആണ്. പ്രിസ്മാറ്റിക് കോമ്പസ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പസിന് നമ്മൾ പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മൾ സാധാരണ കോമ്പസ് പോലെ തന്നെ ഇതിൽ മാഗ്നറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ റീഡിങ്സ് എടുക്കാൻ പാകത്തിന് ഇതിൻ്റെ അകത്ത് റീഡിങ്ങുകൾ എഴുതിയിട്ടുള്ള ഒരു റിങ് ഉണ്ട്, ഒരു അലുമിനിയം റിങ് ഉണ്ട്. ആ റിങ്ങിനകത്താണ് ഈ 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ റിങ്ങിനകത്ത് അതിലാണ് നമ്മൾ എന്തെടുക്കുന്നത്? റീഡിങ്സ് എടുക്കുന്നത്. കോമ്പസിലെ റീഡിങ്സ് നമ്മൾ എടുക്കുന്നത്. സ്ക്രീൻ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കോമ്പസിലെ ആംഗിൾസ് എടുക്കുമെന്ന് പറഞ്ഞില്ലേ, നമ്മളതിനെ ആംഗിൾ എന്നല്ല നമ്മളതിനെ പറയുക. നമ്മളതിനെ ബിയറിങ് എടുക്കുക എന്നാണ് പറയുക. ബിയറിങ്, BEARING. ബിയറിങ് എടുക്കുക എന്നാണ് നമ്മൾ പറയുക. ബെയറിങ് എന്ന് പറയും, അല്ലെങ്കിൽ ബിയറിങ് എന്ന് പറയും. ഒരു പ്രൊണൗൺസിയേഷൻ അത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആംഗിൾസ് എടുക്കുക എന്ന് നമ്മൾ പറയില്ല, ബിയറിങ് എടുക്കുക എന്നാണ് നമ്മൾ പറയുക. അത് നോർത്ത് ഈസ്റ്റ് ബിയറിങ് എടുക്കുക, അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ബിയറിങ്, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ്. എപ്പോഴും നമ്മൾ ഒന്നുകിൽ നോർത്തിനെയോ അല്ലെങ്കിൽ സൗത്തിനെയോ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ റീഡിങ് പറയുക. കോമ്പസ് സർവേയിൽ റീഡിങ് പറയുമ്പോൾ നോർത്ത് സൗത്ത് ഇതിലേതെങ്കിലും ഒരു ഡയറക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ റീഡിങ് പറയുക. ഒരു മിനിറ്റ്, എന്താണ്? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. റിപ്പീറ്റ് ചെയ്യാം. കോമ്പസ് സർവേ അല്ലേ? കോമ്പസിനെ കുറിച്ചല്ലേ? അതായത് കോമ്പസിലെ റീഡിങ്സ് എടുക്കുന്നത് നമ്മൾ നോർത്തിനെയോ സൗത്തിനെയോ ബേസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം ആ നീഡിൽ എപ്പോഴും നോർത്തിലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുക. അപ്പോൾ ഇപ്പം നമ്മളൊരു പ്ലാൻ വരയ്ക്കുമ്പോഴേ
നമ്മളതിലെപ്പോഴും നോർത്തിൻ്റെ ഡയറക്ഷൻ കാണിക്കില്ലേ അല്ലേ? നോർത്ത് ബേസ് ചെയ്തിട്ടല്ലേ. ഇപ്പോൾ ഏത് പ്ലാൻ ആയാലും, ഇപ്പോൾ ബിൽഡിംഗ് പ്ലാൻ ആയാലും, ഇപ്പോൾ ഒരു ലൊക്കേഷൻ പ്ലാൻ വരയ്ക്കായാലും, ഒരു സൈറ്റ് പ്ലാൻ വരയ്ക്കായാലും നമ്മളതിലൊക്കെ നോർത്തിൻ്റെ ഡയറക്ഷൻ കാണിക്കില്ലേ? അപ്പോൾ നോർത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ പ്രോബ്ലം ചെയ്യുമ്പോഴും കോമ്പസ് സർവേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നോർത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അതല്ലെങ്കിൽ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നോർത്ത് സൗത്ത്. ഇങ്ങനെ 2 രീതിയിലാണ് നമ്മൾ കോമ്പസ് സർവേയുടെ പ്രോബ്ലം ചെയ്യണത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 2 സിസ്റ്റത്തിലാണ് നമ്മളിത് ചെയ്യുക. ഒന്ന് WCB എന്ന് പറയും, രണ്ടാമത്തേതിനെ നമ്മൾ QB എന്ന് പറയും. അതായത് WCB എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. WCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം എന്ന് പറയും. അതായത് ആ കോമ്പസിലെ 0 ഡിഗ്രി മുതൽ 360 വരെ വോൾ സർക്കിൾ, അതായത് മുഴുവൻ സർക്കിളിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റീഡിങ് പറയും. ഇപ്പം നോർമലി നമ്മളിപ്പോൾ ഒരു ആംഗിൾ പറയുമ്പോൾ, ഒരു ബിയറിങ് പറയുമ്പോൾ 32 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 മുതൽ 32 വരെ എന്നല്ലേ നമ്മൾ അർത്ഥമാക്കുക. ഒരു 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ 0 മുതൽ 90 വരെയാണ് അല്ലേ? ഇങ്ങനെയാണ്. അപ്പം അപ്പോൾ അതായത് മൊത്തം ആ സർക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്ലോക്കിൽ നമ്മൾ സമയം പറയുമ്പോഴും നമ്മളെങ്ങനെയാണ്, അപ്പോൾ 5 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ അല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേ. അപ്പോൾ റെയിൽവേ ടൈം പോലെ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഫുൾ സർക്കിളിനെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ് WCB എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയുക, വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. അടുത്ത രണ്ടാമത്തെ സിസ്റ്റമാണ് QB എന്ന് പറയും, അതായത് ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റം. ക്വാഡ്രൻ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അറിയില്ലേ? ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ക്വാർട്ടർ എന്നുള്ള വാക്ക് എവിടെയെങ്കിലും വേറെ കേട്ടിട്ടുണ്ടോ? അല്ല, ക്വാർട്ടർ എന്നുള്ള വാക്ക് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോന്ന്? ഞാൻ ചോദിച്ചതാ. അപ്പോൾ അല്ല, നമ്മൾ പൊതുവെ ക്ലാസ്സുകളിലൊക്കെ പറയുമ്പോൾ പിള്ളേർ ക്വാർട്ടറോ എന്ന് ചോദിക്കും. അത് വെച്ച് പറഞ്ഞതാ. നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോഴേ ക്വാഡ്രൻ്റ് എന്ന് പറയുമ്പോൾ ടീച്ചർ ക്വാർട്ടറോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ 4 ക്വാഡ്രൻ്റായിട്ട് തിരിച്ചിട്ട്, അതെ അത് പിള്ളേർക്ക് അറിയുള്ളൂ. ശരിയാ. സോറി. അപ്പോൾ ക്വാഡ്രൻ്റ് രണ്ടാമത്തെ സിസ്റ്റമാണ് QB, ക്വാഡ്രൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നോർത്ത് സൗത്ത് സംഭവം. അതായത് ക്വാഡ്രൻ്റായിട്ട് 4 ഭാഗമായിട്ട് നമ്മൾ പറയുന്ന, അതായത് നോർത്ത് ഈസ്റ്റ്, അതായത് നോർത്ത് ഇപ്പോൾ 32 ഡിഗ്രി എന്ന് നമ്മൾ പറഞ്ഞാൽ 0 മുതൽ 32 ഡിഗ്രി നോർത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് നമ്മൾ ഡയറക്ഷൻ പറയും. അതായത് നോർത്ത് 32 ഡിഗ്രി ഈസ്റ്റ് അങ്ങനെ പറയും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്തർത്ഥമാക്കണം? നോർത്തിൽ നിന്ന് 32 ഡിഗ്രി ഈസ്റ്റിലേക്ക്. അല്ലെങ്കിൽ നമ്മൾ പറയും സൗത്ത് 40 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്തിൽ നിന്ന് 40 ഡിഗ്രി ഈസ്റ്റിലേക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഡയറക്ഷൻ മാറിയില്ലേ? സൗത്തിൽ നിന്ന് 40 ഡിഗ്രി ഈസ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ ആ ഡയറക്ഷൻ മാറി. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലാണ് നമ്മൾ കോമ്പസ് സർവേയിൽ നമ്മൾ ബെയറിങ്ങുകൾ, നമ്മൾ ആംഗിൾസ് അല്ലെങ്കിൽ ബെയറിങ് നമ്മൾ പറയുക. ഒന്നാമത്തേന്ന് പറയുന്നത് WCB സിസ്റ്റം, അതായത് വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. രണ്ടാമത്തേതാണ് QB സിസ്റ്റം, ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റം. അപ്പോൾ ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റത്തിൽ നമ്മൾ നോർത്തും സൗത്തും ഡയറക്ഷൻ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയുക. നോർത്ത് സൗത്ത് മാത്രമേ പറയുള്ളൂ. വെസ്റ്റിനും ഈസ്റ്റിനും നമ്മൾ ആദ്യം കൊണ്ടുവരില്ല. ഒന്നുകിൽ സൗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രം നോർത്ത്, ഏതെങ്കിലും ഒന്നിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിതിൽ ഡയറക്ഷൻ പറയുക. ഇത്രയും കാര്യങ്ങളാണ് കോമ്പസിലെ ബേസിക് എന്ന് പറയുന്നത്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് പ്രോബ്ലമൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഈ ആംഗിൾസ് വെച്ചിട്ട്, അതായത് ഈ 32 ഡിഗ്രി എന്നൊക്കെ പറയുന്ന ഈ ആംഗിൾസ് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഏരിയ കാൽക്കുലേഷൻ. ഇപ്പോൾ നമ്മളൊരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ അവർ പറയും നമ്മുടെ കയ്യിൽ കോമ്പസ് മാത്രമേ ഉള്ളൂ, ഈ കോമ്പസ് മാത്രമേ ഉള്ളൂ, ഈ ഇൻസ്ട്രുമെൻ്റ് വെച്ച് നമ്മളെങ്ങനെ ഒരു ഏരിയ കാൽക്കുലേഷൻ നടത്തും എന്നുള്ളതാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ഈ കോമ്പസിൽ നമുക്ക് ഈ ആംഗിൾസ് വെച്ചിട്ട് ഏരിയ കാൽക്കുലേഷൻ മാത്രമല്ല കണ്ടുപിടിക്കാൻ പറ്റുക,
മറ്റൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഡിസ്റ്റൻസ് നമുക്ക് അറിയണം, പക്ഷേ അത് നമുക്ക് അവിടെ പോയിട്ട് അളന്നെടുക്കാൻ പറ്റില്ല. അതിനിടയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതിനിടയിലൂടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പുഴയാവാം, അല്ലെങ്കിൽ കുളം, അങ്ങനത്തെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ അളന്നെടുക്കും? അത് നമുക്ക് കോമ്പസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കോമ്പസ് വെച്ചിട്ട് അതായത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതുപോലെ ആംഗിൾസ് എടുത്തിട്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആക്സസിബിളും നമുക്ക് ചെയ്യാം, ഇന്നാക്സസിബിളും നമുക്ക് ചെയ്യാം. ആക്സസിബിൾ ആയിട്ടുള്ള ലൈൻസ് എടുത്ത് ഏരിയ കാൽക്കുലേഷൻ നടത്താം. ഇന്നാക്സസിബിളായ ഒരു ലൈനിൻ്റെ ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കോമ്പസ് സർവേയിലൂടെ. പിന്നെ മെയിനായിട്ടുള്ളൊരു ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ തന്നെയാണ് ആ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ എന്തുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, മാഗ്നറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? കോമ്പസിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? മാഗ്നറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ മാഗ്നറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ ഒരു സർവേ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചു, അവിടെ അയേണിൻ്റെ സാന്നിധ്യമുള്ള എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ നീഡിലിന് എന്തുണ്ടാവും? ചേഞ്ചസ് വരും. നമുക്ക് കറക്റ്റ് റീഡിങ് കിട്ടുമോ? ഇല്ല. അപ്പോൾ അത് അവിടെ എന്ത് വരും? വ്യത്യാസങ്ങൾ വരും. അപ്പോൾ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് എന്ത്? ഈ അയേണിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന ഈ എറർ. ഈ എററിനെ നമ്മളൊരു പേര് പറയും, ലോക്കൽ അട്രാക്ഷൻ. ഈ എററിനെ നമ്മൾ പറയുന്ന പേരാണ് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയും. അത് വളരെ വലിയൊരു പ്രോസസ്സാണത്. ഇത് നമ്മൾ എറർ കണ്ടുപിടിച്ച് ഈ എററിനെ എത്ര വരുന്നുണ്ടെന്ന് നോക്കി അത് എന്താ പറയുക, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ കോമ്പസ് സർവേയുടെ മെയിനായിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ്, അവിടെ എന്തെങ്കിലും ഇപ്പോൾ കമ്പി മറ്റേ ഇലക്ട്രിക് ലൈനുകളായാലും, ഇപ്പോൾ അടിയിൽ നമ്മളടിക്കുന്ന പെഗ് ആയാൽ പോലും, അതായത് വേറെ പെഗ് ഒന്നല്ല കേട്ടാ, മറ്റേ പെഗ് കുറ്റി നമ്മൾ സെൻറ്ററിങ് ഒക്കെ നടത്തും. അപ്പോൾ ആ പെഗ് അടിക്കുമ്പോൾ അതിൻ്റെ അയൺ പെഗ് ആണെങ്കിൽ അതിൻ്റെ ഇതുവരെ നമ്മുടെ കോമ്പസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് കോമ്പസിലെ നീഡിലിന് മാറ്റങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ കോമ്പസിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? എൻഡിങ്ങിൽ ഇന്നലെ ചെയിൻ സർവേ നിർത്തിയാൽ എൻഡിങ്ങിൽ കുറച്ച് കാര്യം പറഞ്ഞു. മെഷർമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ലീനിയർ മെഷർമെൻറ്റ്, ആംഗുലർ മെഷർമെൻറ്റ്. അത് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചത് ഈ കോമ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് കുറച്ചുകൂടി കണക്റ്റ് ആവും നിങ്ങൾക്ക് അത് പറയുമ്പോൾ, അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ കോമ്പസ് അടുത്ത നെക്സ്റ്റ് സർവേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, കോമ്പസ് സർവേ. അതിൽ നമ്മൾ കോമ്പസ് ഞാൻ ഇന്നലെ കാണിച്ച് തന്നിട്ടുണ്ട്. അതൊരു ചെറിയൊരു ബോക്സാണ്, സർക്കുലർ ബോക്സാണ്, മെറ്റൽ ബോക്സ്. അതിൻ്റെ അകത്താണ് ഈ റീഡിങ്സ് ഉള്ളത്. അതിലൂടെ നമ്മൾ എടുക്കുന്നത് എന്താണ്? ബെയറിങ്ങുകളാണ് എടുക്കുന്നത്. ആംഗിൾസ് എന്നല്ല നമ്മൾ പറയുക, ബെയറിങ്ങുകളാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളതിൽ റീഡിങ് പറയുക. 2 രീതിയിലാണ് പറയുക. ഒന്ന് WCB സിസ്റ്റം, രണ്ടാമത്തേത് QB സിസ്റ്റം. WCB എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? വോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. രണ്ടാമത്തേത് ക്വാഡ്രൻ്റൽ ബിയറിംഗ് സിസ്റ്റം. ഓക്കെ. ഇനി അതിൽ ഡിഗ്രിയൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ നാളെ ഞാൻ വരുമ്പോൾ നല്ല ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ നാളെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഏരിയ കാൽക്കുലേഷനാണ്, ചെയിൻ സർവേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കോമ്പസിനെ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഞാൻ പ്രോബ്ലം ഇപ്പോൾ ചെയ്യിപ്പിക്കില്ല, നാളെ ചെയ്യണത്. ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് ഏരിയ കാൽക്കുലേഷൻ നിങ്ങൾ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കോമ്പസ് നമുക്ക് എടുക്കാം. ഓക്കെ. ഇന്നത്തെ ക്ലാസ് പറഞ്ഞത് മനസ്സിലായോ? കാര്യങ്ങളൊക്കെ
WCB പിന്നെന്താ രണ്ടാമത്തെ ക്യൂബിക് ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം. ക്യൂബിക് ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം, അതിൻ്റെ ഷോർട്ടാണ് ക്യൂബി. നേരത്തെ പറഞ്ഞില്ലേ 4 ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് നമ്മളതിനെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നമ്മളതിനെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നാളെ നമ്മൾ നേരിട്ടിട്ട് നാളെ എല്ലാം ക്ലിയർ. സാധാരണ എപ്പോഴാണ് വരാറ്? അപ്പം പോരെ, ഞാൻ അവിടെ 9:30 മുമ്പ് എത്തും. നേരത്തെ എന്ന് പറഞ്ഞാൽ എത്ര മണിക്ക് വരും? അതെ അല്ലേ, ഓക്കെ. ഞാൻ അവിടെ 9:30 മുമ്പ് എത്തും കേട്ടോ. 9:30 ആകുമ്പോഴേക്ക് എത്തുന്നവര് 9:30 ആകുമ്പോൾ പോരെ, കുഴപ്പമില്ല. അതെ, ഇത്രയും പെട്ടെന്ന് എത്തിയാൽ അത്രയും നല്ലത്. നമുക്ക് അത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്തായാലും 9:20, 25 ആകുമ്പോഴേക്കും ഞാൻ എത്തും. നാളെ ഞങ്ങള് ബൈക്കിന് വരാൻ ഉദ്ദേശിക്കുന്നത്. ബസ്സിന് ഒരുപാട് സമയം എടുക്കണം. എവിടെന്ന്? ഞങ്ങളിങ്ങനെ ഗുരുവായൂർ വഴി ഇങ്ങനെ. മലപ്പുറത്തുനിന്ന് അല്ലേ? ചങ്ങരംകുളത്തുനിന്ന് വരാം, കുഴപ്പമില്ല. എനിക്കറിയില്ല, ഞാൻ റൂട്ടൊന്നും എനിക്കറിയില്ല. വന്ന് നോക്ക്. ഓക്കെ, അപ്പം നമുക്ക് നാളെ വിശദമായിട്ട് പരിചയപ്പെടാം. ബുക്സൊക്കെ കൊണ്ടുവരിക. എനിക്ക് ആ റെക്കോർഡിൻ്റെ ഇതൊന്ന് കൊണ്ടുവരണം. അതെങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യണം. വേറെ എന്താ നിങ്ങൾക്ക്? ബാക്കി നമുക്ക് നാളെ വന്നിട്ട് സംസാരിക്കാം ഡീറ്റെയിൽഡായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്. നിങ്ങൾ എല്ലാവരും പോയോ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സാറ് ഇന്ന് മരിച്ചു, നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അത് ക്ലാസ്സിൽ വന്നിട്ടാണ് സാറ് മരിച്ചത്. അതാണ് നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമായിരുന്നു. ഇന്ന് ക്ലാസ്സിൽ രാവിലെ സാറ് വന്നു. ഓട്ടോമൊബൈലിലെ സാറാണ്. സാറ് പ്രാക്ടിക്കൽ എടുക്കുന്നതാണ്. ക്ലാസ്സിൽ ഇന്ന് സാറ് വന്ന് ചാവി മേടിച്ച് ക്ലാസ്സിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികൾ അറ്റൻഡൻസ് എടുത്തിട്ടാണ്, അവരെ ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുത്തിട്ടാണ് വർക്ക്ഷോപ്പിലേക്ക് വിടാറ്, ലാബിലേക്ക്, ഓട്ടോമൊബൈലിൻ്റെ. അവർ അറ്റൻഡൻസ് എടുത്ത് അവിടെ ചെല്ലുമ്പോൾ സാറിങ്ങനെ കസാരയിൽ ഇരിക്കുകയാണ്. വിളിച്ചിട്ട് എണീറ്റില്ല. വെള്ളം കുപ്പിയൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്, വെള്ളം കുടിക്കാനായിരിക്കണം. 10 മിനിറ്റ് ആയിട്ടുള്ളൂ ആളവിടെ കയറിപ്പോയിട്ട്. പിന്നെ എല്ലാവരും വിളിച്ചിട്ട് ആളും മിണ്ടുണ്ടായില്ല. അപ്പോഴേ പൾസൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് കുട്ടികളെ ഓട്ടോമൊബൈലിലെ സാറാണ്. എനിക്ക് സാറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓട്ടോമൊബൈലിൽ ലാബ് എടുക്കുന്നതാണ്, വർക്ക്ഷോപ്പിൽ അവിടെ പ്രാക്ടിക്കൽ എടുക്കുന്ന സാറാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഇന്ന് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം ഇന്ന് അത് കാരണം ക്ലാസ് ഉണ്ടായില്ല. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് കുട്ടികളെ അപ്പം തന്നെ വിട്ടു. രാവിലെ തന്നെയായിരുന്നു സംഭവം നടന്നത്. ആൾ വന്ന് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇച്ചിരി വിഷമമായി പോയി. സാറിൻ്റെ വണ്ടിയും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. സാറ് രാവിലെ നല്ല വൃത്തിക്ക് വന്ന് ഇപ്പോൾ ഫ്രീസറിൽ കിടക്കുക. കുറച്ച് വിഷമമായി പോയി. ഞാനത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. അത് പറഞ്ഞതാണ്. നാളെയാണ് അതിൻ്റെ ഫ്യൂണറൽ പരിപാടികളൊക്കെ നാളെയാണ്. പക്ഷെ ക്ലാസ്സൊന്നും എന്തായാലും വേണ്ടാന്ന് വെക്കാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാദിയ മാഡം പറയും കേട്ടോ. ഓക്കെ, പോകാൻ വഴിയില്ല. ക്ലാസ് എന്തായാലും ഒഴിവാക്കാൻ വഴിയില്ല. ഇന്നിപ്പോൾ KSEBക്കാർ വന്നപ്പോൾ ക്ലാസ് എടുത്തായിരുന്നു അവർക്ക്. അപ്പോൾ ഓക്കെ, നാളെ വരുന്നുണ്ടോ ഷീന? നാളെ വരുന്നുണ്ട്. നാളെ കൺഫേം അല്ല അല്ലേ? അതാരാ സംസാരിച്ച്? ഷീന ഷഫാന. അല്ലാതെ ഷഫാന. ഓക്കെ. ഞാൻ സൗണ്ട് കേട്ടില്ല എത്ര നാളും. ഷീന ഡ്രോയിങ് ക്ലാസ് നോക്കാം നമുക്ക്. സാറ് ഉണ്ടാവും നാളെ, ഡേവി സാർ ഉണ്ടാവും നാളെ. നമുക്ക് നോക്കാം. നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് തീരുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. മാക്സിമം നമുക്ക് നാളെ വരുന്ന ദിവസം മാക്സിമം നോക്കാം.
കേട്ടോ. സർവേ ടൈം എടുക്കും. ഓ ചെയിൻ സർവേ ടൈം എടുക്കാം. അന്ന് ഞങ്ങള് ചെയ്തിട്ട് ഒരുപാട് ടൈം എടുത്തായിരുന്നു. അത് നമുക്ക് ശരിയാക്കാം. അതൊന്നും വലിയ കാര്യമുള്ളതല്ല. ചെയിൻ സർവേ അത് ശരിയാക്കാം. അത് എന്താണെന്നറിയോ, അതിന് ചില ടെക്നിക്സ് ഉണ്ട്. അത് ചെയ്താൽ പെട്ടെന്ന് ശരിയാവും. അതൊക്കെ നമുക്ക് നാളെ ശരിയാക്കാം. നിങ്ങളിപ്പോൾ ചെറിയ പിള്ളേരൊന്നും. പ്ലോട്ടിൽ കൊണ്ടുപോയി മെഷർമെന്റ് ഒക്കെ എടുത്ത് ചെയ്യിപ്പിച്ചായിരുന്നു. ഓ പ്ലോട്ടിൽ കൊണ്ടുപോയി. അന്ന് നിങ്ങൾ എവിടെ പോയോ? ഗ്രൗണ്ടിൽ പോയോ? ഗ്രൗണ്ടിൽ പോയായിരുന്നു. നമുക്ക് നാളെ ഗ്രൗണ്ടിൽ പോവാം. അത് പെട്ടെന്ന് തീരും. അതൊന്നും കുഴപ്പമില്ല.